ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ക്രിക്കറ്റ് മേക്കർ 3. ക്രിക്കറ്റ് മേക്കർ 3. ഇതിനെ കൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്കേഴ്സാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഫുൾ എക്സാക്ട്ലി എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ എക്സ്പ്ലനേഷൻ ഇത് തരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വിചാരിച്ച്. പിന്നെ നെക്സ്റ്റ് ടൈം ഇതിനെക്കുറിച്ചിട്ട് ഒരു ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷനുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പൊതുവെ സ്റ്റിക്കേഴ്സ് സെല് ചെയ്യലുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് അത് ഉണ്ടാക്കൽ. ഇതാണ് ക്രിക്കറ്റ് മേക്കർ 3ൻ്റെ സോഫ്റ്റ്വെയറാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡിസൈൻ സ്പേസ്, ക്രിക്കറ്റ് ഡിസൈൻ സ്പേസ് എന്നാണ് ഈ സോഫ്റ്റ്വെയർ പറയല്. ഇതിലേക്ക് നമ്മൾ ഫോട്ടോസ് എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് നമുക്ക് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന ആ ഡിസൈൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് പിന്നെ ആ മീറ്റുള്ള ബട്ടൺ, അതാണ് മേക്ക് ഇറ്റ് ബട്ടൺ, അത് നോക്കിയിട്ടാകുമ്പോൾ പിന്നെ ഈ ഒരു വരുന്നൊരു ഇത് വരും, വിൻഡോ വരും. ഈ വിൻഡോയിലാണ് പ്രിൻറ്ററിലേക്ക് അയച്ചു കൊടുക്കൽ. എന്നിട്ട് പ്രിൻറ്ററിന് പ്രിൻ്റ് ചെയ്ത് കിട്ടലാണ് പതിവ്. ഓക്കെ, ഇനി ഞാനൊരു കഥ പറയാം. ഓക്കെ, വൺസ് അപ്പോൺ എ ടൈം. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് സ്റ്റിക്കേഴ്സ്. പൊതുവേ ഇങ്ങനെ പുരയിലുള്ള ആൾക്കാരുടെ വീട്ടിലെല്ലാം പോയിട്ടാകുമ്പോൾ ഓരോ ഷെൽഫിലെല്ലാം ഇങ്ങനെ ഏതോ ഒരു പുരയിൽ എനിക്ക് പോയത് ഓർമ്മയുണ്ട്. എപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നി ഞാൻ നല്ല ചെറുതുണ്ടായി, LKG UKG ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഓരോ ഷെൽഫിലില്ലേ ഫുൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ ഷെൽഫ്, വലിയ വരുമ്പോൾ ഒരു ബെഡിൻ്റെ അത്ര ലെങ്ത് ഉള്ള ഷെൽഫാണ്. അതിൻ്റെ ഡോറിൽ ഫുൾ സ്റ്റിക്കേഴ്സ്. അതെനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അത് അതിൻ്റെ ആ കോർ മെമ്മറിയിലാണോ എന്നറിയില്ല. ഞാൻ പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെയോ തുടങ്ങി വെച്ചിട്ടായിട്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ടായത് സാധാരണയുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അതായത് സ്ട്രെയിറ്റ് ഞാൻ ജസ്റ്റ് പ്രിൻറ്റിങ് ഷോപ്പിൽ പോകും, സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുക്കും, വന്നിട്ട് വീട്ടിൽ നിന്ന് അതിനെ പൊതുവേ കട്ട് ചെയ്യലാണ് പതിവ്. പിന്നെ എന്താ വെച്ചെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ക്രിക്കറ്റിനെ കുറിച്ചിട്ട് അത് കണ്ടിട്ടാകുമ്പോൾ ഞാൻ ഫുൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ പുരയിൽ തന്നെ അത് ചെറിയ മെഷീനൊക്കെ, അതാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഞാൻ പണ്ടെല്ലാം വിചാരിച്ച സ്റ്റിക്കേഴ്സ് എന്നെല്ലാം പറയുമ്പോൾ വലിയ മെഷീനായിരിക്കുമോ, അങ്ങനെ അതൊന്നും നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കുമ്പോഴേക്ക് ടേബിളിൻ്റെ മീത്ത് തന്നെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു കുഞ്ഞ് മെഷീൻ. എന്ത് രസം ഇത്! ഞങ്ങൾക്ക് കണ്ടിട്ട് ആശയായിട്ട് നിൽക്കാൻ കഴിയാതെ എങ്ങനെയല്ലോ ഞാനിത് മേങ്ങിയിട്ട് ഞാൻ സ്റ്റിക്കേഴ്സ് ആക്കാൻ തുടങ്ങി. റബ്ബേ, എന്ത് രസം അതിനെ കൊണ്ട് ഉണ്ടാക്കാൻ. എന്നിട്ട് കുഞ്ഞ് സ്റ്റിക്കേഴ്സെല്ലാം ഉണ്ടാക്കി. ഞാൻ എനിക്ക് തോന്നുന്നു എത്രയോ 0.4 ഇഞ്ചസുള്ള സ്റ്റിക്കേഴ്സിനെ കൊണ്ടെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ആ സ്റ്റിക്കറിനെ കമ്മലുണ്ടാക്കി. ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ട്രയലാണ് സ്റ്റിക്കർ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. കുറച്ചൊരു പണിയെടുക്കേണ്ടി വന്ന്. സംഭവം ശരിക്കും ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഈ ഡിസൈൻ അപ്ലോഡ് ചെയ്യും. പിന്നെ അപ്പം മെഷീനിന് അറിയാം എങ്ങനെ കട്ട് ചെയ്യേണ്ടത്. പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് കിട്ടലാണ്. ഈ സ്റ്റിക്കർ ഷീറ്റ് ഉണ്ടാക്കാൻ കുറച്ചൊരു ചെറിയൊരു വീഡിയോയിൽ നോക്കേണ്ടി വന്ന്. പക്ഷേ ഇത് വർക്കായി, നല്ല രസമുണ്ട്. ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ട് പീടിയൊന്നുമില്ല കിട്ടുന്ന അങ്ങനത്തെ സ്റ്റിക്കർ ഇങ്ങനെ പറയാതെ വെറുതെ ആക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് അറിയാത്ത എന്തറിയോ, ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ എന്താക്കും, ഈ സ്റ്റിക്കേഴ്സെല്ലാം ഞാൻ എന്താക്കും, എനിക്ക് വിൽക്കണം എന്നെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് വേറെയും പണിയെല്ലാം ഉണ്ട് സൈഡിൽ, വേറെ സ്മോൾ ബിസിനസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതും കൂടി വിൽക്കാൻ നിന്നാൽ എല്ലാം കൂടി ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലം ഞാനിത് ഉണ്ടാക്കിയിട്ട് വെറുതെ വേണമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനെല്ലാം ഗിഫ്റ്റ് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇതാക്കുന്നത് കാണുന്നില്ലല്ലോ. സംഭവം ഞാൻ സൈഡിൽ ശരിക്കും അത് ആ മാറ്റില്ലേ, ഒരു മാറ്റ് പോലത്തെ സാധനം കണ്ടിട്ടില്ലേ, ഒരു പേർപ്പിൾ കളർ. അതിൽ നിന്ന് എടുക്കാൻ നോക്കുന്നുള്ളതാണ് സാധനം. ഓക്കെ, അതിൽ നിന്ന് എടുക്കാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷെ ഞാൻ വേറെ മാറ്റ് എടുത്ത് അപ്പോൾ കീറാതെ നിൽക്കാൻ ഇത് പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. നല്ല എളുപ്പം സാധനം, നല്ല രസമുണ്ട്. ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ആക്കിയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ നല്ല പാങ്ങിൽ എക്സ്പ്ലെയിൻ ആക്കാം. ഇത് ഞാൻ വെറുതെ ഒരു വ്ളോഗ് ഉണ്ടാക്കണം വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ സ്റ്റിക്കർ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്നല്ലേ, അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ തന്നെ വെച്ച് ഞാൻ തന്നെ വെറുതെ ജേർണലെല്ലാം ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ വിചാരിച്ചതാണ്. പിന്നെ ഇത് സെല്ലാക്കാൻ പറ്റാത്ത വേറൊരു കാരണം എന്താ വെച്ചെങ്കിൽ ഇത് കോപ്പി റൈറ്റഡ് ഇമേജസ് ആണ്. ഇത് പുറത്ത് റീസെൽ ചെയ്യാൻ പറ്റില്ല, പക്ഷേ സെൽഫ് യൂസിന് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഈ മെഷീനെക്കുറിച്ച് പണ്ട് കേട്ടിട്ട് പരിചയമുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്രിക്കറ്റിൻ്റെ അംബാസഡേഴ്സിലാണ് ഞാനുള്ളത് ഇപ്പോൾ. അപ്പോൾ ഇതുപോലത്തെ വേറെ ഇന്ത്യൻ അംബാസഡേഴ്സ് വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇതുപോലത്തെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ മെഷീനെക്കുറിച്ച് ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു തന്നാലോ? ഇതിലുള്ള ഇമേജസ് ഇതാണ് ഞാൻ പറഞ്ഞ കോപ്പിറൈറ്റഡ് ഇമേജസ് ആണ്. പക്ഷേ പെയ്ഡ് ഇമേജസ് ആണ്. ഓക്കെ, ഞാൻ പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ റീസെൽ റൈറ്റ്സ് ഇല്ലാത്ത പേയ്മെൻറ്റാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് റീസെൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഈ മെഷീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 3 ടൈപ്പ് മെഷീൻസ് ഉണ്ട്: ക്രിക്കറ്റ് മേക്കർ, ക്രിക്കറ്റ് എക്സ്പ്ലോർ, ക്രിക്കറ്റ് ജോയ്. വേറെയും
കുറച്ച് മോഡൽസ് ഇറക്കിയതുണ്ട്, പക്ഷേ അത് ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഈ 3 മോഡൽസേ ഉള്ളൂ. ഇതിൽ ഈ മെഷീൻ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ക്രിക്കറ്റ് മേക്കർ 3 ആണ്. ഇത് കുറേ ടൂൾസ് സപ്പോർട്ടിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇത് ചെയ്യുന്നുള്ളത് കട്ടിങ്. ഓക്കെ, കട്ടിങ് അല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ സ്കോറിങ് ചെയ്യും, ഫോയിലിങ് ചെയ്യും, എൻഗ്രേവിങ് ചെയ്യും, എംബോസിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ കട്ട് ചെയ്യുന്നത് കുറേ ടൈപ്പ് മെറ്റീരിയൽസ് കട്ട് ചെയ്യും. തുണി കട്ട് ചെയ്യും, പേപ്പർ കട്ട് ചെയ്യും. പിന്നെ പേപ്പറിൻ്റെ കുറേ ടൈപ്പ് പേപ്പറില്ലേ, ഇപ്പോൾ മിറർ കാർഡ് സ്റ്റോക്ക്, ഗ്ലിറ്റർ കാർഡ് സ്റ്റോക്ക്, ഇതേപോലെ എത്രയോ ടൈപ്പ് പേപ്പേഴ്സ് ഇല്ലേ, ഇതെല്ലാം ഇത് കട്ട് ചെയ്ത് തരും. പക്ഷേ നല്ല തിക്നെസ്സുള്ള കാർഡ് ബോർഡ് പോലത്തെ അങ്ങനത്തെ അല്ല, പക്ഷേ കുറച്ചും കൂടി ലൈറ്റർ തിന്നർ മെറ്റീരിയൽസ്, ഡെൻസിറ്റി കുറവുള്ള മെറ്റീരിയൽസ് എല്ലാം നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്ത് തരും. ഞാൻ എന്തെല്ലാം ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ബോക്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഈ മെഷീൻ കണ്ടതോടെ ഞാൻ ബോക്സ് ഉണ്ടാക്കലാണ്. ബോക്സിൻ്റെ ടെംപ്ലേറ്റ്സ് എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട്. അതായത് അതിൻ്റെ സൈസസ് എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് കിട്ടുന്ന വേറെയും കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ ആടുന്ന് ബോക്സിൻ്റെ ടെംപ്ലേറ്റ്സ് എടുക്കും, എന്നിട്ട് ഈ മെഷീൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ മെഷീൻ എന്താക്കും, കട്ടാക്കി തരും, എന്നിട്ട് ഫോൾഡ് ചെയ്യാനുള്ളത് സ്കോറിങ്ങും ചെയ്തു തരും. ഇത് ഞാൻ അത് രണ്ടും കൂടി ഇതാക്കി ഇതിനെക്കൊണ്ട് ബോക്സാക്കി ഇപ്പം ഞാൻ പറഞ്ഞു വേറൊരു പണി ഉണ്ടെന്നല്ലോ. അതിപ്പം അതിന് എനിക്ക് ബോക്സ് ആക്കേണ്ട ആവശ്യം. ഞാനൊരു ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ബുക്കിന് എനിക്ക് ബോക്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിലെന്താക്കി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ബോക്സ് ഉണ്ടാക്കി തരും. എന്നിട്ട് ബോക്സ് ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ ഏടെല്ലാം ഫോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തതിൽ വെച്ച് മടക്കിയാൽ മതി. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കട്ടിങ്, കണ്ടാൽ നോക്കിക്കോ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലെന്ത് ഇത്ര വലിയ കാര്യമുള്ള, ഇത് പുറത്ത് വേണമെങ്കിൽ പ്രിൻറ്റിങ് ഷോപ്പിലെല്ലാം കൊടുത്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്താൽ പോരെയെന്നല്ലോ. ഒന്നാമത് പ്രിൻറ്റിങ് ഷോപ്പിൽ ചില പ്രിൻറ്റിങ് ഷോപ്പിൽ ഞാൻ പൊതുവെ നാട്ടിൽ അങ്ങനെ അവിടെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ ഈട് ഞാൻ കുറച്ച് ഷോപ്സിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കട്ടിങ് മെഷീൻ, ഡെസ്ക്ടോപ്പ് കട്ടിങ് മെഷീൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയുമോ, അതിന് ഇതിങ്ങനെ കട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾ ഓർക്ക് കൊടുത്താൽ അങ്ങനെ ഉണ്ടാക്കി തരില്ല, കട്ടാക്കി തരില്ല. പകരം നിങ്ങൾ ഓർക്ക് SVG ആമത്തെ കൊടുക്കണം. അതായത് വേറൊരു ഫയലാക്കിയിട്ട് കൊടുക്കണം. ആ ഫയൽ ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാണ്. അതെല്ലാം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് പ്രോസസ്സാണ്. നേരെ മറിച്ചിട്ട് ഇപ്പോൾ ക്രിക്കറ്റിനോടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഇമേജ് മാത്രം ഉണ്ടായാൽ മതി. ഇമേജ് ഉണ്ടെങ്കിൽ നേരെ ആ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്താൽ വേഗം പ്രിൻ്ററിലേക്ക് കൊടുക്കും, പ്രിൻ്റ് ചെയ്ത് തരും, റെഡി. ആക്കാനും നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട്, വാങ്ങിയാൽ എല്ലാവർക്കും മുതലാവട്ടെ. ക്രാഫ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സാധനമാണിത്.